എങ്കിലും അവിടുന്ന് ഉറങ്ങുക തന്നെയാണ്. യോഹന്നാൻ ഓടിച്ചെന്ന് തന്റെ മേൽക്കുപ്പായം കൊണ്ട് അവിടുത്തെ ശരീരം മറയ്ക്കുന്നു, ഒപ്പം തന്റെ നിർമ്മലമായ സ്നേഹം കൊണ്ടും. കൊടുങ്കാറ്റ് അടിക്കടി ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. കരിമഷി കോരി ഒഴിച്ചതുപോലെ കായൽ കറുത്തിരുണ്ടു. കൂടാതെ തിരമാലകളുടെ പത എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്തു. ബോട്ട് നിയന്ത്രണം വിട്ട് തുറസായ കടലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് നിയന്ത്രിക്കാൻ അവർ കഠിന പരിശ്രമം ചെയ്ത് വശം കെട്ടു. ബോട്ടിലേക്ക് അടിച്ചു കയറുന്ന വെള്ളം അവർ കോരിക്കളയുന്നുണ്ട്, എങ്കിലും പ്രയോജനമൊന്നുമില്ല. ബോട്ടിൽ മുട്ടൊപ്പം വെള്ളം നിറഞ്ഞു കഴിഞ്ഞതിനാൽ അതിന്റെ ഭാരം കൂടിക്കൂടി വരികയാണ്. പത്രോസിന് ക്ഷമയും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. അദ്ദേഹം ചുക്കാൻ തന്റെ സഹോദരന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് ഈശോയെ പിടിച്ചു കുലുക്കി വിളിച്ചു. അവിടുന്ന് ഉണർന്ന്